ഹായ് വ്യൂവേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് നോർത്ത് വയനാട്ടിലാണ്. അധിക സഞ്ചാരികളൊന്നും എത്തിച്ചേരാത്ത നോർത്ത് വയനാടൻ ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അതിമനോഹരമാണ് ഈ ഒരു ഭാഗം എന്നുള്ളത് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നെക്സസിൻ്റെ കുറേ ATM കൗണ്ടറുകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ നോർത്ത് വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് തോട്ടം തൊഴിലാളികളും അതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളൊക്കെയാണ്. പിന്നെ ടൂറിസ്റ്റുകളും കുറേയൊക്കെ ടൂറിസ്റ്റുകളും ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും മണി ട്രാൻസാക്ഷന് വളരെ പ്രാധാന്യമുള്ളൊരു മേഖലയായിട്ട് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ടൂറിസ്റ്റ് സെൻറ്റർ എന്നുള്ള നിലയിലും. അപ്പോൾ വയനാടിന് രണ്ട് ഭാഗമുണ്ട്, ഒന്ന് സൗത്ത് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ നോർത്തും ഉണ്ട്. സൗത്ത് ഏരിയയിലാണ് അധികമായിട്ടും ആളുകൾ സഞ്ചാരികളൊക്കെ എത്തിച്ചേരാറുള്ളത്. അപ്പോൾ ഈ ATMകളുടെ വിശേഷങ്ങൾ, അതിൻ്റെ സംരംഭകരുടെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നോർത്ത് വയനാട് മാനന്തവാടിക്ക് സമീപം 2-4 എന്ന ഗ്രാമപ്രദേശം. ഈ പ്രദേശവാസികൾക്കായി ശ്രീ അരുൺ എന്ന യുവ സംരംഭകൻ ആരംഭിച്ചിരിക്കുന്ന നെക്സസ് ATM കൗണ്ടറാണ് ഇത്. അതിനൂതനമായ ഇൻഡി ക്യാഷ് ഫിൻഡി SE ക്യാഷ് ATM മെഷീനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എൻ്റെ പേര് അരുൺ എന്നാണ്. എൻ്റെ വീട് മാനന്തവാടി, വയനാട് മാനന്തവാടി കല്ലോടി 2-4 എന്ന സ്ഥലത്താണ്. ഞാൻ നിലവിൽ ജോലി ചെയ്യുന്നത് പേടിഎമ്മിലാണ്. അപ്പോൾ ഞാൻ ഈ പേടിഎമ്മിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു അഡീഷണലായിട്ടൊരു ഇൻകം കൂടെ വേണം തോന്നിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അങ്ങനെ സെർച്ച് ചെയ്ത സമയത്താണ് നെക്സസ് ആയിട്ട് കണക്ട് ചെയ്ത് ടാറ്റ ആയിരുന്നു. അപ്പം അവർ ATMൻ്റെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തു തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം ടച്ച് അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടച്ച് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, എല്ലാം ഏറ്റവും നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. ഡെയിലി നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്, നല്ലൊരു ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ നെക്സസ് ആണെങ്കിലും ഇപ്പോൾ അവരെല്ലാവരും നല്ല സപ്പോർട്ടീവാണ്, സർവീസ് എല്ലാം കറക്റ്റാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കർഷകർ ഉള്ളൊരു ജില്ലയാണ്. അപ്പോൾ ഇവിടെ തോട്ടം തൊഴിലാളികൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവർക്കും പിന്നെ ഈ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്കിപ്പോൾ നമ്മുടെ മിനി ATM ആണെങ്കിലും അപ്പോൾ അവർക്ക് പൈസ കൊടുത്തെടുക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ബാങ്കുകൾ ഇവിടെയുള്ള എല്ലാവരും ATM കാർഡ് കൊടുക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ അവർക്ക് ഇവിടെ വന്നിട്ട് ക്യാഷ് എടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട്, അതേപോലെ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള കസ്റ്റമേഴ്സാണ് ഇവിടെ കൂടുതൽ വരുന്നത്. പിന്നെ ടൂറിസ്റ്റുകളുണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നത്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, സ്ഥിരം ക്യാഷ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. ഓവറോൾ എനിക്ക് ഒരു എന്താ പറയുക, ചില മഴക്കാലമൊക്കെ കുറവായിരുന്നു, അല്ല ഈ സമയത്തൊക്കെ നല്ല വരുമാനമുണ്ട്. ഒരു 80-100 ആളൊക്കെ വരുന്നുണ്ട് ഡെയിലി. നമസ്കാരം, എൻ്റെ പേര് ജിജോ. സ്ഥിരമായിട്ട് ഞാൻ ഈ ATMിലെ ഉപഭോക്താവാണ്. കാരണം ഞങ്ങളുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇതുപോലെ ATM സംവിധാനമില്ല. ഇവിടെ നാഷണലൈസ്ഡ് ബാങ്കോ അല്ലെങ്കിൽ ചെറിയ സഹകരണ ബാങ്കുകളോ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ഒത്തിരി പാവപ്പെട്ട ആൾക്കാർക്ക് പെൻഷൻ തുക പിൻവലിക്കാനും കച്ചവടക്കാർക്ക് പൈസ എടുക്കാനും ഒക്കെ എപ്പോഴും സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ATM ആണ് ഈ ATM. ഒത്തിരി ഫെസിലിറ്റിയോട് കൂടിയുള്ള നല്ല അത്യാധുനിക സംവിധാനത്തോട് കൂടിയുള്ള ATM ആണിത്. ഏത് സമയത്തും 24 hours എന്ന് തന്നെ പറയാം. എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് വലിയൊരു ഉപകാരമാണിത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ATM എല്ലാ ഗ്രാമപ്രദേശത്തും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങൾക്കും അവിടെയുള്ള സാധാരണക്കാർക്കും എല്ലാം ഒത്തിരി ഉപയോഗപ്രദമാകും.